ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി വ്ളോഗിൽ ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിയാണ് എൻ്റെ ടാർഗറ്റ് ഇനി കുറച്ച് ദിവസത്തേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ എക്കണോമി റിവൈസ് ചെയ്യണം, പഠിക്കണം, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ആൻസർ ചെയ്ത് അനലൈസ് ചെയ്തും കൂടി നോക്കുക. അത് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റും കൂടി എടുക്കുക. ഇതാണ് ഞാൻ ചെയ്യണത്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് സമയം നമ്മൾ സിസാറ്റിന് വേണ്ടി മാറ്റി വെക്കും. എക്കണോമി കുറച്ച് ട്രൈ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. സോ പക്ഷേ എനിക്ക് കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് എക്കണോമി പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിലും എനിക്ക് അധിക നേരം ഒരേ സബ്ജക്റ്റ് തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് എന്താ പറയുക, ഒരു മടുപ്പ് പോലെ തോന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാൻ നേരത്ത് ഇപ്പോൾ ഞാൻ സിസാറ്റാണ് ഇടയ്ക്ക് എടുക്കുന്നത്. പിന്നെ സിസാറ്റ് പഠിച്ചില്ലെങ്കിലും ശരിയാവില്ല. സിസാറ്റ് അതിൻ്റേതായിട്ടുള്ള ടൈം കൊടുത്തിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ സിസാറ്റിന് ഉറപ്പായിട്ടും പൊട്ടും. ഇപ്പോൾ പ്രിലിംസിന് തന്നെ പണ്ടത്തെ പോലെ അല്ല സിസാറ്റ് ടഫായിക്കൊണ്ടിരിക്കണതാണ്. സോ നമ്മൾ മാത്സ് അറിയാം, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം എന്നൊക്കെ പോയി ഒരു പ്രാക്ടീസും ഇല്ലാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ക്വാളിഫയിങ് മാർക്ക് ഉണ്ട്. ആ ക്വാളിഫയിങ് മാർക്ക് പോലും ചിലപ്പോൾ കടക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈം കൊടുക്കണം. സിസാറ്റിന് പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. എനിക്കും അത്ര വലിയ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ്, എൻ്റെ ഒരു സ്ട്രോങ് ഏരിയ അല്ല മാത്സ് എന്ന് പറയുന്നത്. ഞാൻ അത്ര മാത്സ് കാര്യമായിട്ട് നോക്കാത്ത ഒരാളാണ്, എനിക്കറിയാമല്ലോ. ഇപ്പോൾ ഞാൻ പ്ലസ് ടുവിൽ തന്നെ കൊമേഴ്സ് ആയിരുന്നു എടുത്തത്. കൊമേഴ്സിൽ ഇപ്പോൾ അത്ര കാര്യമായിട്ട് മാത്സ് വലിയ ഒന്നുമില്ല, ആകെ കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനൊക്കെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതിന് നമുക്ക് കാൽക്കുലേറ്ററും ഉണ്ട്. സോ അങ്ങനെ മാത്സിൻ്റെ ആവശ്യമൊന്നും എനിക്ക് വന്നിട്ടുമില്ല, ഞാനത് കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ UPSCക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മാത്സ് പഠിച്ചു തുടങ്ങിയത്. അതിപ്പോൾ 10th എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് മാത്സ് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു, എനിക്ക് പഠിക്കാൻ താല്പര്യവും ഇല്ലായിരുന്നു മാത്സ്. പക്ഷേ SSLC ജയിക്കണമെങ്കിൽ നമുക്ക് മാത്സിൻ്റെ പേപ്പറും എഴുതിയെടുക്കണമല്ലോ. സോ അങ്ങനെയൊക്കെ പഠിച്ച ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല മാത്സ് 10th മാത്രമല്ല, ഞാൻ മാത്സ് അങ്ങനെ പഠിക്കത്തില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എപ്പോൾ നോക്കിയാലും PTA മീറ്റിങ്ങിന് വരാൻ നേരത്ത് മാത്സ് ടീച്ചറെ കാണാനേ നേരം ഉണ്ടാവുള്ളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഉഴപ്പാണ് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിലിരുന്ന് ഉഴപ്പമെന്ന് വെച്ചാൽ ടീച്ചർ വരാൻ നേരത്ത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പതിയായിരിക്കും. ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് എൻ്റെ സമയത്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പതിയെ ചെയ്യുള്ളൂ. അതായത് പതിയെ ബാഗിൽ നിന്ന് ബുക്കൊക്കെ എടുത്ത് അത് പതിയെ പേനയൊക്കെ എടുത്ത് എല്ലാമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോഴേക്കും ടീച്ചർ 2 കണക്ക് ചെയ്ത് തീർന്നിട്ടുണ്ടാവും. സോ ഇത് ടീച്ചർ എപ്പോഴും നോട്ട് ചെയ്തിട്ട് തന്നെ വന്നിട്ട് PTA മീറ്റിങ്ങിനൊക്കെ വരാൻ നേരത്ത് അമ്മച്ചിനോട് പറഞ്ഞു കൊടുക്കലായിരിക്കും. ഇപ്പം ഇനി UPSCക്ക് എന്തായാലും മാത്സ് പഠിച്ചേ പറ്റുള്ളൂ. അപ്പം നോക്കാൻ നേരത്ത് 10th +1 +2 അതിലെ മാത്സാണ് വന്നത് നമുക്ക്. അതിൽ നമ്പർ സിസ്റ്റം, ആവറേജ്, പിന്നെ റേഷ്യോസിൻ്റെ പെർസെൻറ്റേജ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, അങ്ങനത്തെ കുറേ കണക്കുകളൊക്കെയാണ് വന്നത്. ഭയങ്കര ട്രിക്കിയാണ് സിസാറ്റ് നോക്കാൻ നേരത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ ഒരിക്കലും സിസാറ്റിന് പോകാൻ നേരത്തുണ്ടല്ലോ നമ്മൾ എന്താ പറയുക, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസ് മാത്രം അങ്ങനെ പഠിച്ചുകൊണ്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ മാത്സ് മാത്രം പഠിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അതായത് മാത്സ് പഠിച്ചിട്ട് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസിൽ നമ്മൾ എന്താ പറയുക വിട്ട് കളയാം, അങ്ങനൊരു രീതിയിൽ നമ്മൾ സിസാറ്റിന് പോകാൻ പാടില്ല. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ് മാർക്ക് എന്തായാലും വേണം, ക്വാളിഫയിങ് മാർക്ക് വേണം. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇതിനും സിസാറ്റിൻ്റെ ഇതിൽ മാത്സിനായാലും ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസിലായാലും നമ്മളൊരു ബാലൻസ്ഡ് അപ്രോച്ച് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് 2ഉം പഠിച്ചു പോവുക. നമുക്ക് പറയാൻ പറ്റില്ല ഏതായിരിക്കും ഈ വർഷം ടഫായിട്ട് വരുന്നതെന്ന് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ മാത്സ് ടഫായിട്ട് വരാം, ചിലപ്പോൾ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസ് ടഫായിട്ട് വരാം. സോ സിസാറ്റിനെ നമ്മളൊരു ബാലൻസ്ഡ് അപ്രോച്ച് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് 2ഉം മാത്സും നോക്കിയിട്ട് പോവുക, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസും നോക്കിയിട്ട് പോവുക. ഇപ്പോൾ ഈ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസ് മാത്രം നോക്കിയിട്ട് പോയാൽ എന്താ പ്രശ്നമെന്നറിയാമോ? അത് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ടൈം പോകും നമുക്ക്. ഇപ്പോൾ എൻ്റെ ഇത് വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ
ഞാൻ ആ പേപ്പർ ഇപ്പോൾ 2023 തോന്നുന്നു, 22 ആണോ 23 ആണോ എനിക്ക് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസ് ഭയങ്കര ലെങ്തി ആയിരുന്നു, മുന്നത്തേക്കാളും നല്ല ലെങ്തി ആയിരുന്നു അവർ കൊടുത്തേക്കുന്നത്. സോ അപ്പോൾ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഒരു 2 റീഡിംഗ് ഒക്കെ വേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്കൊരു 2 കണക്ക് ചെയ്യേണ്ട ഒരു ടൈം അതിൽ തന്നെ പോകും. സോ അപ്പോൾ നമ്മളവിടെ നമ്മുടെ മാർക്കിനെ ലിമിറ്റ് ചെയ്യുകയാണ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടൈമും കൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റിസ്ക്കും ഒഴിവാക്കുക. പിന്നെ സീസാറ്റിന് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ബുക്ക് അരിഹന്ത് പബ്ലിക്കേഷൻ്റെ ബുക്കാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ബുക്ക്, ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണിത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. ആൻഡ് ഈ കണക്ക് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി യൂട്യൂബ് ലെക്ചേഴ്സൊക്കെ കണ്ട് അത് പഠിച്ചതിന് ശേഷമുണ്ടോ ഞാനിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത്. ഈ കണക്കെല്ലാം യൂട്യൂബിൽ ഒത്തിരി വീഡിയോ അവൈലബിൾ ആണ് കേട്ടോ, സീസാറ്റിൻ്റെ ഇങ്ങനെ ഇത് സോൾവ് ചെയ്യുന്നതൊക്കെ. അത് നല്ല രസമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവർ ഒരുപാട് ഷോർട്ട് ട്രിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് യൂസ്ഫുള്ളാണ്, ഈ സീസാറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്, അത് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഷോർട്ട് ട്രിക്സൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എളുപ്പം ചെയ്യാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ക്ലാസ് ഞാൻ നോക്കുമ്പോൾ അത് ഹിന്ദിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഹിന്ദി അറിയാവുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ പ്രിപ്പറേഷനിലുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയാസ് എത്ര അധികം യൂസ്ഫുള്ളാണല്ലേ. ഞാനിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഓർക്കാറുണ്ട്, ഈ ഗൂഗിളും യൂട്യൂബൊക്കെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനേ, നമ്മൾ ഇങ്ങനെ ഇത് പഠിക്കുമായിരുന്നു, ഇങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്. പിന്നുള്ളത് നമുക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കാവുന്നതേ ഉള്ളൂ ഒരു വഴി. അല്ലാതെ നമുക്ക് ഈ സീസാറ്റ് മാത്സ് ഒന്നും അറിയാതെ എങ്ങനെയാണ് നമ്മൾ പോകും, എങ്ങനെ ഈ എക്സാം എഴുതും? അപ്പോൾ എങ്ങാനും ഒരു റീലിൽ കണ്ട പോലെ, നേരത്തെ ഒരു റീലുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ, അത് കണ്ട പോലെ തന്നെ എങ്ങാനും ഞാൻ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്പീച്ചിൽ പറയും, ഞാൻ എല്ലാവരോടും പറയും, എൻ്റെ മെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബും ഗൂഗിളും ഒക്കെയാണ്. സോ സീസാറ്റ് പഠിച്ചു കഴിഞ്ഞ് ഞാനൊരു ബ്രേക്ക് എടുത്തു. ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ നെക്സ്റ്റ് സ്റ്റഡി സ്ലോട്ടിൽ ഞാൻ എടുത്തത് എക്കണോമിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുക, എക്കണോമിക്സിൻ്റെ മോക്ക് ടെസ്റ്റ്. ഇതിപ്പോൾ നമുക്ക് ടെലഗ്രാമിൽ ഒരുപാട് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്യുക, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സുനിയ IASൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്, എക്കണോമിയുടെ ടെസ്റ്റ് സീരീസാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4000ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിങ്ങനെ ടോപ്പിക് വൈസ് തിരിച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഏത് ചാപ്റ്ററാണോ പഠിച്ചത് ആ ചാപ്റ്ററിൻ്റെ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. സത്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ പഠിക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാവത്തില്ല, നമുക്ക് എത്രത്തോളം നോളജ് നമുക്ക് അത് എത്രത്തോളം മനസ്സിലായെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ ആ നോളജ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ശരിക്കും നമുക്കത് മനസ്സിലായോ, നമുക്ക് കിട്ടിയോ, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 100% ഷുവറായിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. സോ ഇപ്പം ഞാൻ തന്നെ ആ ചാപ്റ്റേഴ്സൊക്കെ ഇരുന്ന് ഇത്രയും നേരം ഞാൻ റിവൈസ് ചെയ്തിട്ട് പോലും എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. എനിക്കൊരു 100% ഷുവർ അല്ലാത്തൊരു അവസ്ഥ. സോ അപ്പോൾ അവിടെയാണ് നമുക്ക് നമ്മൾ ലാക്ക് ചെയ്യുന്നത് എവിടെയാണ് സോ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നും കൂടി വായിക്കും, അതൊന്നും കൂടി നോക്കും. പിന്നെ തെറ്റായി പോയ സ്റ്റേറ്റ്മെൻറ്റ്സ് അതെന്തുകൊണ്ട് തെറ്റായി, എന്തുകൊണ്ട് അങ്ങനെ പറ്റി എന്നും കൂടി നിങ്ങൾ നോക്കണം, എസ്പെഷ്യലി PYQs ഒക്കെ ചെയ്യാൻ നേരത്ത്. സോ അപ്പം എനിക്ക് ടെസ്റ്റ് പേപ്പർ ചെയ്തപ്പോൾ മനസ്സിലായി എനിക്ക് ചില ഏരിയാസിൽ കുറച്ചും കൂടി കുറച്ചും കൂടി കാര്യമായിട്ട് നോക്കാനുണ്ട്. എനിക്കത് കറക്റ്റായിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. എനിക്ക് കൺഫ്യൂസിങ് ആവുന്നുണ്ട് അവിടെയൊക്കെ, അവിടെ തെറ്റി പോകുന്നുമുണ്ട്. സോ അപ്പോൾ ആ ഏരിയാസ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തു. സോ ഞാൻ ഇന്നത്തെ സ്റ്റഡി സെക്ഷൻ എൻഡ് ചെയ്തത് ഒരു നൈറ്റ് ഒരു 1:30 ആയപ്പോഴാണ്. PYQs ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി നാളെ ഇന്ന് ഇത്രയും ഒന്നും കൂടി റിവൈസ് ചെയ്തല്ലോ, ഇനി നാളെ എഴുന്നേറ്റിട്ട്
ഒന്നും കൂടി ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം ഇനി PYQs ചെയ്ത് നോക്കാൻ വേണ്ടി. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.